അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളികളെ എല്ലാവരും ഓടി വായൂ, നമുക്ക് കഥ കേൾക്കാം. കഥ കേട്ട് ഉറങ്ങാം. ഇന്ന് അമ്മക്കിളി പറയാൻ പോകുന്ന കഥ ഏതാണെന്നറിയാമോ? കാർണിവൽ കാണാൻ പോയ ബെന്നിയുടെ കഥയാണ്. ബെന്നി ആരാണെന്നല്ലേ പറയാം. അതിനു മുൻപ് ഒരു ചോദ്യം. കുഞ്ഞുക്കിളികളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രഷൊക്കെ ചെയ്തതാണോ? അപ്പോൾ വായു, നമുക്ക് ബെന്നി ആരാണെന്നറിയണ്ടേ? ബെന്നി ഒരു കൊച്ചു തക്കുടുമുണ്ട കരടിക്കുട്ടനാണ്. ഒരു വലിയ കാട്ടിൽ അവൻ്റെ അച്ഛൻ കരടിയോടും അമ്മ കരടിയോടുമൊപ്പമാണ് അവൻ താമസിക്കുന്നത്. കാട്ടിൽ തന്നെയുള്ള കുരങ്ങനാശാൻ്റെ നഴ്സറിയിൽ അവൻ പഠിക്കുവാനും പോകുന്നുണ്ട്. പതിവ് പോലെ നഴ്സറിയിൽ പോയ കരടിക്കുട്ടനോട് അവൻ്റെ സുഹൃത്ത് മുയൽക്കുട്ടൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം നമ്മുടെ കാട്ടിലൊരു മെഗാ കാർണിവൽ നടക്കുന്നുണ്ട്. നീ വരുമോ കാർണിവലിന്? അപ്പോൾ ബെന്നി കരടി പറഞ്ഞു, ആണോ, കാർണിവലോ? ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ച് നോക്കട്ടെ, എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ഞാൻ വരാമേ. അങ്ങനെ പറഞ്ഞ് അവർ പിരിഞ്ഞു. ബെന്നിക്കരടി മുയൽക്കുട്ടൻ പറഞ്ഞതുപോലെ വീട്ടിൽ ചെന്ന് അച്ഛൻ കരടിയോട് ചോദിച്ചു, അച്ഛാ, ഇന്ന് വൈകുന്നേരം നമ്മുടെ കാട്ടിൽ കാർണിവൽ നടക്കുന്നുണ്ടല്ലോ. എൻ്റെ നഴ്സറിയിലുള്ള മുയൽക്കുട്ടനും പോകുന്നുണ്ട്. നമുക്കും പോയാലോ കാർണിവലിന്? അപ്പോൾ അച്ഛൻ കരടി പറഞ്ഞു, അതിനെന്താ കരടിക്കുട്ടാ, നമുക്ക് 3 പേർക്കും പോകാമല്ലോ. അങ്ങനെ വൈകുന്നേരമായി. ബെന്നിക്കരടി അവൻ്റെ അച്ഛൻ കരടിയുടെയും അമ്മ കരടിയുടെയും കൂടെ കാർണിവൽ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴുണ്ടടാ എന്തൊരു തിരക്കാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ബെന്നിക്ക് ഒരുപാട് സന്തോഷമായി. അവൻ അവിടെ എല്ലാം ഓടി നടക്കുവാനും അവിടെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും തിടുക്കമായി. ബെന്നി ഓടിപ്പോയി ബലൂൺ ഷൂട്ടിങ്ങിനാണ് ആദ്യം ശ്രമിച്ചു നോക്കിയത്. എയർഗൺ വച്ച് ബെന്നി ബലൂണുകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവൻ ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടും ഒരു ബലൂൺ പോലും ബെന്നിക്ക് വെടിവെച്ചിടാൻ സാധിച്ചില്ല. അവൻ്റെ അവസരങ്ങളെല്ലാം തീർന്നു. പാവം ബെന്നി, അവന് സങ്കടമായിപ്പോയി. അപ്പോൾ അവൻ്റെ അമ്മ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബെന്നിക്കുട്ടാ, അതാ അവിടെ നോക്കൂ, അതാണ് ജൈന്റ് വീൽ, അതായത് ആകാശഊഞ്ഞാൽ. അതിൽ കയറണോ അമ്മയുടെ കുട്ടന്? അതേ അമ്മേ, എനിക്കതിൽ കയറണം എന്നു പറഞ്ഞുകൊണ്ട് ബെന്നിക്കരടി അതിനടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ ആകാശഊഞ്ഞാലിൽ കയറുവാനുള്ള ക്യൂവിൽ പോയി മിടുക്കനായി നിന്നു. ഒത്തിരി നേരം നിന്നിട്ടും ക്യൂ ഒട്ടും കുറയുന്നില്ല. ബെന്നി മുൻപിലേക്ക് നോക്കിയപ്പോൾ ഇനിയും ഒത്തിരി മൃഗങ്ങളുണ്ട് ക്യൂവിൽ. വളരെ വലിയൊരു ക്യൂ ആണത്. അവന് ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം പിടിച്ച് ബെന്നി മുൻപിൽ ക്യൂവിൽ നിൽക്കുന്ന കുട്ടിയെ പിടിച്ച് തള്ളുവാനും ചവിട്ടുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ തന്നെ ബെന്നിയെ അവൻ്റെ അച്ഛൻ കരടിയും അമ്മ കരടിയും അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ബെന്നിക്ക് ആകാശഊഞ്ഞാലിൽ കയറുവാൻ സാധിച്ചില്ല. അപ്പോഴാണ് ബെന്നി അവിടെ ഒരു മുതലച്ചാരുടെ പോപ്സിക്കിൾ ഷോപ്പ് കണ്ടത്. പോപ്സിക്കിൾ എന്താണെന്ന് മനസ്സിലായോ കുഞ്ഞിക്കിളികൾക്ക്? നമ്മുടെ കോലൈസ്, ചോക്കോബാർ, മാംഗോ ബാർ ഒക്കെ പോലെ കോലിൽ വരുന്ന ഒരു ഐസാണ് പോപ്സിക്കിൾസ്. അങ്ങനെ ബെന്നി അവിടെ ചെന്നു നോക്കി. അവിടെ ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള പോപ്സിക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ബെന്നിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഫ്ലേവറിലുള്ള പോപ്സിക്കിൾസ് മാത്രം ഉണ്ടായിരുന്നില്ല. അവന് ഭയങ്കര നിരാശ തോന്നി. അവനവിടെ താഴെ കിടന്നിരുന്ന പൂഴിമണൽ അവൻ്റെ ഷൂസ് വെച്ച് തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴതാ അവിടെ ഒരു റൈനോ അങ്കിൾ കോട്ടൺ ക്യാൻഡീസ് വിൽക്കുന്നു. ബെന്നി അവിടെ ചെന്ന് ചോദിച്ചു, റൈനോ അങ്കിൾ ഒരു കോട്ടൺ ക്യാൻഡി തരാമോ?
അപ്പോൾ റൈനോ പറഞ്ഞു, അയ്യോ കരടിക്കുട്ടോ, കുറച്ചു നേരത്തെ വരാമായിരുന്നില്ലേ നിനക്ക്? എൻ്റെ പെട്ടിയിലുണ്ടായിരുന്ന കോട്ടൺ ക്യാൻഡികളെല്ലാം വിറ്റു തീർന്നല്ലോ. അപ്പോൾ ബെന്നി അവിടെ മണ്ണിലിരുന്ന് കരഞ്ഞു. എന്നിട്ട് അച്ഛൻ കരടിയോടും അമ്മ കരടിയോടും പറഞ്ഞു, എനിക്ക് ഈ കാർണിവലൊന്നും ഇഷ്ടമായില്ല, ഞാൻ തിരികെ പോവുകയാ എന്ന് കരഞ്ഞുകൊണ്ട് അവൻ തലയും താഴ്ത്തി തിരികെ നടന്നു തുടങ്ങി. അത് കണ്ടപ്പോൾ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരുന്ന അച്ഛൻ കരടിയും അമ്മ കരടിയും വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് പോപ്സിക്കിൾ ഷോപ്പിലെ മുതല അങ്കിൾ ബെന്നി കരടിയെ തിരികെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, കരടിക്കുട്ടാ ഒന്ന് നിന്നേ, ഞാൻ എൻ്റെ പോപ്സിക്കിൾസ് പെട്ടിയിൽ തപ്പി നോക്കിയപ്പോൾ ഒരു സ്ട്രോബെറി പോപ്സിക്കിൾസ് കിട്ടി, ഇതാ കഴിച്ചോളൂ. അത് കേട്ടപ്പോൾ ബെന്നി കരടിക്ക് ഒത്തിരി സന്തോഷമായി. അവൻ മുതല അങ്കിളിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പോപ്സിക്കിൾസ് വാങ്ങി കഴിച്ചുകൊണ്ട് അച്ഛൻ കരടിയുടെയും അമ്മ കരടിയുടെയും കൂടെ നടക്കുവാൻ തുടങ്ങി. അവർ നടന്ന് പിന്നെയും ബലൂൺ ഷൂട്ടിംഗ് ഗെയിമിന് അടുത്തേക്ക് എത്തി. അപ്പോഴുണ്ടടാ അവിടെ അതാ ബെന്നിയുടെ സുഹൃത്ത് മുയൽക്കുട്ടൻ നിൽക്കുന്നു. ബെന്നി വേഗം മുയൽക്കുട്ടൻ്റെ അടുത്ത് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ മുയൽക്കുട്ടൻ ബെന്നിക്കരടിയോട് ചോദിച്ചു, ബെന്നിക്കുട്ടാ സുഹൃത്തേ, നീ ഈ ബലൂൺ ഷൂട്ടിംഗ് ഗെയിമിൽ പങ്കെടുക്കുന്നില്ലേ? അപ്പോൾ ബെന്നി പറഞ്ഞു, ഞാൻ ഒരു വട്ടം പങ്കെടുത്തതാ, പക്ഷേ എനിക്ക് ബലൂണുകളൊന്നും വെടിവെച്ച് പൊട്ടിക്കുവാൻ സാധിച്ചില്ല, അതുകൊണ്ട് സമ്മാനവും കിട്ടിയില്ല. അപ്പോൾ മുയൽക്കുട്ടൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. എന്നിട്ട് മുയൽക്കുട്ടൻ ബലൂണുകൾ എങ്ങനെയാണ് വെടിവെച്ച് പൊട്ടിക്കേണ്ടതെന്ന് ബെന്നിക്കരടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മുയൽക്കുട്ടൻ പഠിപ്പിച്ചു കൊടുത്തതുപോലെ ബെന്നിക്കരടി എല്ലാ ബലൂണുകളും ഠേ ഠേ എന്ന് പൊട്ടിച്ചു. അപ്പോൾ കരടിക്കുട്ടന് വലിയൊരു ചുവന്ന കാർ സമ്മാനമായി ലഭിച്ചു. സമ്മാനമായി ലഭിച്ച കാർ ബെന്നിക്കരടി അവൻ്റെ സുഹൃത്ത് മുയൽക്കുട്ടന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കാറ് മുയൽക്കുട്ടൻ എടുത്തോളൂ, നീ എന്നെ ബലൂൺ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തന്നതുകൊണ്ടല്ലേ എനിക്ക് ഈ സമ്മാനം ലഭിച്ചത്. അത് കേട്ടപ്പോൾ മുയൽക്കുട്ടൻ സന്തോഷം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ബെന്നിക്കരടിയെ കെട്ടിപ്പിടിച്ചു. കവിളിൽ ഒരു ഉമ്മയും വെച്ച് കൊടുത്തു. അതിനുശേഷം ബെന്നി അവൻ്റെ മാതാപിതാക്കളുടെ കൂടെ മുൻപിലേക്ക് നടന്നു നീങ്ങി. അപ്പോഴേക്കും ആകാശൂഞ്ഞാലിനടുത്തുള്ള ക്യൂവിലെ തിരക്ക് കുറഞ്ഞിരുന്നു. ബെന്നിക്കരടി വേഗം അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആകാശൂഞ്ഞാലിൽ കയറിയിരുന്നു. ആകാശൂഞ്ഞാൽ കറങ്ങി മുകളിലെത്തിയപ്പോൾ ബെന്നിക്കരടി ഉച്ചത്തിൽ കൂകി വിളിച്ചു പറഞ്ഞു, ഏ, എനിക്ക് ഈ കാർണിവൽ ഒത്തിരി ഇഷ്ടമായേ. ഇനി മുതൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എല്ലാ വർഷവും ഞാനിവിടെ വരും. യാഹൂ! അങ്ങനെ ബെന്നിക്കരടി കാർണിവലിന് പോയ കഥ ഇവിടെ തീർന്നു. എൻ്റെ കുഞ്ഞുകിളികൾക്കെല്ലാം ഈ കഥ ഇഷ്ടമായോ? അമ്മക്കിളി സ്റ്റോറീസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളികളെല്ലാം വേഗം കിടന്നുറങ്ങിയാട്ടെ. ഇനി അടുത്ത ദിവസം മറ്റൊരു കഥയുമായി അമ്മക്കിളി വരാമേ. കുഞ്ഞിക്കിളികൾക്ക് ചക്കരയുമ്മ.